ഹലോ ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സൈലം SSC ആൻഡ് റെയിൽവേസ്. അപ്പോൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട് അതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്ന, ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന ഒരു പോസ്റ്റായിട്ടുള്ള RRB ALP അഥവാ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന ജോബിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ സാലറി വൈസ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽഡായിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം 10th ശേഷം ITI അഥവാ BTech ഒക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് 18-നും 33-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ പറ്റുന്നത്. യെസ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ള പോസ്റ്റാണ് കാത്തിരിക്കുന്നതെന്ന് മറക്കരുത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സാലറി ബ്രേക്ക് ഡൗൺ ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് 7th, അതായത് 7ാമത്തെ സെൻട്രൽ പേ കമ്മീഷൻ വെച്ചിട്ടായിരിക്കും ഞാൻ പറയുന്നത് സാലറി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. പേ ലെവൽ 2 ആണ് നമ്മുടെ ALP ജോബിന്. ഓക്കെ, ആൻഡ് അതിൻ്റെ ഗ്രേഡ് പേ 1900. ഇനീഷ്യൽ ബേസിക് പേ, അതായത് അലവൻസുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും കൂട്ടാതെയുള്ള സാലറിയാണ് 19,900 എന്ന് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഡിയർനെസ് അലവൻസ് അഥവാ DA, നമ്മൾ 2026 DA അനുസരിച്ച് 60%, അതായത് ബേസിക് പേയുടെ 60% ഇപ്പോൾ DA വരുന്നത്. അപ്പോൾ നമ്മുടെ 19,900 60% എന്ന് പറയുമ്പോൾ 11,940 രൂപ, 12,000-ഓളം രൂപ നമുക്ക് DA ആയിട്ടും ലഭിക്കുമെന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട കാര്യം. അതിൻ്റെ കൂട്ടത്തിൽ തീരുന്നില്ല, ട്രാൻസ്പോർട്ട് അലവൻസ് 2,880, 3,000 രൂപയൊന്നും അല്ല, അതൊക്കെ മിനിമം ആണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഒത്തിരി അലവൻസും കാര്യങ്ങളും അടങ്ങുന്നതാണ് നമ്മുടെ സാലറി കാര്യങ്ങളൊക്കെ. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ട്രെയിനിങ് ALP ആയിട്ട് കയറുന്ന അറ്റ് ദ ടൈം ഓഫ് ജോയിനിങ് നമ്മൾ ട്രെയിനിങ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഏതൊരു ജോബും പോലെ ഇനീഷ്യലി ട്രെയിനിങ് പീരീഡ് ഉണ്ടാവും. ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ആണ് ലഭിക്കുക. സ്റ്റൈപ്പൻഡ് 31,840 രൂപയാണ് ലഭിക്കുക. അത് ബേസിക് പേയും DAയും മാത്രമാണ് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ലഭിക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരു കാര്യം ചർച്ച ചെയ്യേണ്ടത്, DA 58 ഉള്ളത് 60 ആക്കിയിട്ടുണ്ട്. 2026 58% എന്നുള്ളത് 60%ഓളം എത്തിയിട്ടുണ്ട്. ബേസിക് പേയുടെ 60% ഇപ്പോൾ DA ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി DA 58 ആയിരുന്നു, അതിൽ നിന്ന് 60ലേക്ക് ജമ്പ് ചെയ്ത സമയത്ത് 11,542 എന്നുള്ള രൂപ 11,940 എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2026 ഇനീഷ്യൽ മുതൽ ഉള്ള, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആ ഒരു മാസങ്ങളിലെ എല്ലാ നിങ്ങൾക്ക്, അതായത് ആ 2% വർധനവ് വന്നിരിക്കുന്നത്. ആ വർധനവ് വന്നിട്ടുള്ള ആ ഒരു തുക നിങ്ങൾക്ക് എന്താണ് അരിയറായിട്ടും ലഭിക്കാൻ പോവുകയാണ് എന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ബിഗ് അപ്ഡേറ്റ് റിഗാർഡിങ് DA ഹൈക്ക് കേട്ടോ. 60% ആക്കി 58-ൽ നിന്ന് 60 ആക്കിയതാണ്. ഇനി നമ്മളെ പൂർണ്ണമായിട്ട് നമ്മുടെ കയ്യിലേക്ക് ലഭിക്കുന്ന സാലറിയെക്കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞ തുകയുടെ കൂടെ എന്തെല്ലാമാണ് അഡീഷണലി നമ്മുടെ സാലറിയിലേക്ക് കൂടുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ റണ്ണിങ് അലവൻസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതാണ് നമ്മുടെ റിയൽ മണി അല്ലേ, ദ റണ്ണിങ് സീക്രട്ട്. വൈ ALP ഈസ് ലെവൽ 2 ബട്ട് ഏൺസ് ലൈക്ക് ലെവൽ 6. അതായത് ലെവൽ 2 ജോബ് ആണെങ്കിൽ പോലും ലെവൽ 6ൻ്റെ അത്ര എന്തുകൊണ്ട്, എങ്ങനെയാണ് ഒരു ALPക്ക് നേടാൻ കഴിയുന്നത്, അത്രയും സമ്പാദിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മുടെ അതായതില്ലേ, ഓരോ കിലോമീറ്റർ ഒരു വണ്ടി ട്രെയിന് ഓരോ കിലോമീറ്റർ ഓടിക്കുന്നതിന് ഏതൊരു ALPക്കും കാശ് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ റേറ്റ് 430 രൂപ പെർ 100 കിലോമീറ്റർ എന്നുള്ളതാണ്. അതായത് ഒരു കിലോമീറ്റർ ഓടിക്കുന്ന സമയത്ത് 4.30 രൂപ, അതായത് ഏതാണ്ട് 4.5 രൂപ എന്ന് പറയാം അല്ലേ. 4.30 എന്നുള്ള തുക, 4 രൂപ 30 പൈസ ഓരോ കിലോമീറ്ററിനും ഒരു ALPക്ക് കിട്ടുന്നുണ്ട് സാലറിയുടെ പുറമെ. അങ്ങനെ 100 കിലോമീറ്റർ ഓടിക്കുന്ന സമയത്ത് 430 രൂപ കിട്ടുന്നുണ്ടെന്ന് ആലോചിക്കുക. അങ്ങനെ 100 എന്ന് വെച്ചിട്ട് ഒരു ദിവസം 100 അല്ല ഒരു ALP ഓടിക്കുന്നത് അല്ലേ. നമുക്കറിയാം 500 കിലോമീറ്ററോളം ഓടിക്കും മിനിമം. അങ്ങനെയാണെങ്കിൽ വലിയൊരു തുക വരും എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ സ്റ്റാൻഡേർഡ് മന്ത് എന്ന് പറഞ്ഞാൽ ഒരു മിനിമം തുകയാണ് ഞാൻ പറയുന്നത്. ഒരു ആവറേജ് 3,500 രൂപ എങ്ങനെ കിട്ടും, നമ്മുടെ റണ്ണിങ് അലവൻസ് ആയിട്ട് ഒരു ALPക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പീക്ക് മന്താവുന്ന സമയത്ത് 5,000-ഉം ക്രോസ് ചെയ്യാറുണ്ട്. പല ALPസിൻ്റെ അടുത്തുനിന്നും ചോദിക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റുന്നത് 5,000 ക്രോസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. 5,000 കിലോമീറ്ററും ക്രോസ് ചെയ്ത് പോകാറുണ്ട് പീക്ക് മന്തുകളിൽ അല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, 21,500 രൂപ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഓൺ ആൻ ആവറേജ് ഇതാണ്. പക്ഷെ പീക്ക് എന്ന് പറഞ്ഞാൽ അതും കഴിഞ്ഞിട്ടും പീക്ക് പോകാറുണ്ട്. 21,500 കഴിയാറുണ്ട് പലപ്പോഴും.
ഇതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ റണ്ണിങ് അലവൻസിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്തുണ്ട്, നൈറ്റ് ഡ്യൂട്ടി അലവൻസും ആർക്കുണ്ട്, ALPകൾക്കുണ്ട്, ALPമാർക്കുണ്ട്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നൈറ്റ് ടൈം നിങ്ങൾ റണ്ണ് ചെയ്യുന്നതിന്, ട്രെയിൻ ഓടിക്കുന്നതിന്, അതിനും നിങ്ങൾക്ക് എന്തുണ്ട്, അലവൻസുകൾ കിട്ടുന്നുണ്ട്. ഇപ്പം നൈറ്റ് ഡ്യൂട്ടി അലവൻസ് എന്ന് പറഞ്ഞാൽ പെർ ഹവർ 159 രൂപ. എന്താണ്, 159 റുപ്പീസാണ് പെർ അവർ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. രാത്രി 10-ന്റെയും 6 മണി, രാവിലെ 6 മണിയുടെയും ഉള്ളിലായിട്ട് ട്രെയിൻ ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് മണിക്കൂറിന് 159 രൂപ വെച്ചായിരിക്കും. ഇനി നിങ്ങൾ ഈ ട്രെയിൻ ഓടിക്കുന്നത് അതായത് ഹോളിഡേയുടെ, നാഷണൽ ഹോളിഡേയുടെ അന്നാണെങ്കിൽ അന്ന് നിങ്ങൾക്ക് അലവൻസ് ഉണ്ട് 480 രൂപ. എത്രയാണ്, 480 രൂപ പെർ ഡേ എന്നുള്ള രീതിയിൽ ഒരു ബിഗിനർക്ക്, തുടക്കക്കാരന് 480 രൂപയാണ് അഡീഷണലി സാലറിയുടെ കൂടെ കൂടാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക, ഒരു നാഷണൽ ഹോളിഡേക്ക് നിങ്ങൾ വർക്ക് ചെയ്താൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ സാലറിയുടെ കൂടെ കൂടുന്ന കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ ഏത് സിറ്റി, അതായത് നിങ്ങളെ സിറ്റി അനുസരിച്ചും നിങ്ങൾക്ക് സാലറിയിൽ ചേഞ്ച് വരാറുണ്ട്. നിങ്ങളുടെ സിറ്റി ബാംഗ്ലൂര്, മുംബൈ, ഡൽഹിയൊക്കെ പോലെയുള്ള അഥവാ മെട്രോ സിറ്റികളാണെങ്കിൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ അവിടെ HRA ബേസിക് പേയുടെ 30% മനസ്സിലാക്കണം. അതായത് 19,000 സംതിങ് ആണ് ബേസിക് പേ എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ 30% എന്ന് പറഞ്ഞാൽ 5,970 രൂപയാണെന്ത് നിങ്ങൾക്ക് HRA ആയി ലഭിക്കാൻ പോകുന്നത്, ഹൗസ് റെൻറ്റ് അലവൻസ് എന്ന് പറയുന്നത്, അതായത് താമസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തരുന്ന അലവൻസ്. ഓക്കെ, ഇനി ട്രാൻസ്പോർട്ടിനുണ്ട് 5,760 സിറ്റികളിൽ, അഥവാ മെട്രോ സിറ്റികളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ അലവൻസ് കിട്ടുന്നത് കേട്ടോ. ഇനി ടൗൺസ് എന്ന് പറഞ്ഞാൽ അത്രയും ഉണ്ടാവില്ല. മെട്രോ സിറ്റികൾ, എന്ന് പറഞ്ഞാൽ ടൗൺസ് ആണ്, മെട്രോ അല്ല. അവിടെ ബേസിക് ആൻഡ് DA സെയിം ആണ്, പക്ഷേ HRA 20% മാത്രമായിരിക്കും. ആൻഡ് ട്രാൻസ്പോർട്ട് അലവൻസ് 2,880 രൂപയാണ്. റൂറലിൽ വരുന്ന സമയത്തും എത്ര തന്നെയാണ്, 2,880 ട്രാൻസ്പോർട്ടിന് നൽകുന്നത്, അതായത് കമ്മ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ട് ചെയ്യാൻ, നിങ്ങൾക്ക് ഓഫീസിലേക്ക് പോയി വരാനും, അതായത് ഓഫീസിൽ നിന്ന് വീട്ടിലേക്കും നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്കും കമ്മ്യൂട്ട് ചെയ്യാനുള്ള ആ ഒരു തുകയാണ് ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 2,880 രൂപ അതിന് തരുന്നുണ്ട്. ആൻഡ് ഇവിടെ 10% HRA റൂറൽ സ്ഥലങ്ങളിൽ നോക്കുന്ന സമയത്ത്. അപ്പോൾ ഫിക്സഡ് ആയിട്ടുള്ള ടോട്ടൽ 43,570 രൂപയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഫിക്സഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, ബേസിക് പ്ലസ് DA, HRA, ട്രാൻസ്പോർട്ട് എന്നൊക്കെ ഉള്ളത് ഫിക്സഡ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ നൈറ്റ് ഡ്യൂട്ടി ഫിക്സ്ഡ് അല്ല, അത് നമ്മൾ ചെയ്താലേ കിട്ടുള്ളൂ നൈറ്റ് ഡ്യൂട്ടി അല്ലേ. അതുപോലെ തന്നെ ഹോളിഡേൻ്റെ അന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അത് ഫിക്സ്ഡ് അല്ല. ഈ കിട്ടുന്ന സാലറി ഫിക്സഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. 43,570 രൂപയാണ് ഫിക്സ്ഡ് ആയിട്ടൊരു മെട്രോ സിറ്റിയിൽ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലേ. ഇനി മാക്സിമം പൊട്ടൻഷ്യലാണ് ഞാൻ പറയുന്നത്. ഫിക്സഡ് പേ 43,570 എന്ന് ഞാൻ പറഞ്ഞു. ആ ഫിക്സഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ബേസിക്കും DAയും HRAയും ട്രാൻസ്പോർട്ടും കൂടി കൂട്ടിയപ്പോൾ ഫിക്സഡ് പേ നമുക്ക് ലഭിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ റണ്ണിങ് അലവൻസ് എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞു, അത് 5,000 കിലോമീറ്റർ ഓടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 21,500 രൂപയായിരിക്കും അതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നത്. എത്ര, 21,500 രൂപയാണ് 5,000 കിലോമീറ്റർ ഒരു മാസത്തിൽ ഓടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ആൻഡ് നൈറ്റ് ഡ്യൂട്ടിക്കും അല്ലെങ്കിൽ OT അല്ലേ, ഓവർ ടൈം നിങ്ങൾ ജോലി ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 8,000 രൂപ വരെയായിരിക്കും. 8,000 രൂപ എന്ന് പറഞ്ഞാൽ ഓൺ ആൻ ആവറേജ് ആണ് ഞാൻ പറയുന്നത്. അപ്പം 43,000 എന്നുള്ള ഫിക്സഡ് പേയിൻ്റെ കൂടെ റണ്ണിങ് അലവൻസും നൈറ്റ് ഡ്യൂട്ടി അല്ലെങ്കിൽ OT ഒക്കെ കൂട്ടുന്ന സമയത്ത് 73,000 ഗ്രോസ് ടോട്ടൽ വരാൻ പോകുന്നത്. അപ്പോൾ ഗ്രോസ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് NPS ഉണ്ടെങ്കിൽ അല്ലേ, പെൻഷൻ ഉണ്ടെങ്കിൽ ആ പെൻഷൻ അപ്ലൈഡ് ആണെങ്കിൽ അതിൽ നിന്ന് ചെറിയൊരു തുക അതിനകത്തേക്ക് നമ്മൾ കോൺട്രിബ്യൂഷനായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ 73,070 എന്നുള്ളത് 66,000-ൻ്റെയും 68,000-ൻ്റെ ഇടയിലെ ഒരു തുകയായിട്ട് നമുക്ക് കൈപ്പറ്റാം എന്നുള്ളതാണ്. നമുക്ക് ഓൺ ആൻ ആവറേജ് ആണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോ. 66,000-ൻ്റെയും 68,000-ൻ്റെയും ഇടയിലുള്ള ഒരു തുകയായിട്ട് നിങ്ങൾക്ക് കൈപ്പറ്റാം. ഒരു അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിന് ഇനീഷ്യലി ആസ് എ ബിഗിനർ കൈപ്പറ്റാൻ പറ്റുന്ന ഒരു തുകയാണ് ഞാൻ ഈ പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റെന്തെല്ലാം അലവൻസുകൾ നമുക്ക് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിൽഡ്രൻസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എത്രയാണ്, 33,750 രൂപ. 33,750 രൂപ പെർ ചൈൽഡിന് ഒരു വർഷത്തേക്ക് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ.
അതുപോലെ തന്നെ ഫ്രീ ട്രാവൽ ഉണ്ട്. 1 to 3 സെറ്റ്സ് ഓഫ് AC പാസസ് ഫോർ യുവർ എൻറ്റയർ ഫാമിലി എന്നുള്ളതും അതിൻ്റെ ഒരു പേർക്കായിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ മെഡിക്കൽ, അതായത് നമുക്ക് മെഡിക്കൽ ആവശ്യങ്ങൾക്കുള്ള അലവൻസുകൾ മറ്റും കാര്യങ്ങളൊക്കെയാണ്. അൺലിമിറ്റഡ് ഫ്രീ ട്രീറ്റ്മെൻറ്റ് അറ്റ് റെയിൽവേ ആൻഡ് എംപാനൽഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ചികിത്സ ലഭിക്കും. ദെൻ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്ന കാര്യം അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ്, അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിട്ട് കിട്ടുന്നതാണ് ഈ 25 ലക്ഷം രൂപ എന്ന് പറയുന്ന സീലിംഗ്. അതായത് സീലിംഗ് എന്ന് പറയുന്നത് 25 ലക്ഷം മാക്സിമം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ കൂട്ടത്തിലുള്ള നമുക്ക് കിട്ടുന്ന അഡീഷണൽ ബോണസുകൾ എന്ന് പറയാം, അല്ലെങ്കിൽ പേർക്സ് എന്ന് പറയുന്ന സംഭവങ്ങളാണ് കേട്ടോ. ഇൻവിസിബിൾ ആയിട്ടുള്ള പേർക്സ് ആണ് ഇതൊക്കെ. ഓക്കെ, ദെൻ ഇനി നമ്മുടെ പ്രൊമോഷൻ അല്ലേ. ALP എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങൾ നമ്മൾ ALP ആയിട്ട് ജസ്റ്റ് ALP അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് മാത്രമായിട്ടല്ല വർക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 5 വർഷമായിരിക്കും 0 to 5, അതായത് ആദ്യത്തെ 5 വർഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ALP ആയിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇൻഹാൻഡ് ഏകദേശം 68,000 പ്ലസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനിയാണെങ്കിലോ സീനിയർ ALP 5 വർഷം കൊണ്ടാവുന്നതാണ്. അയാൾക്ക് 85,000 രൂപയാണ് കേട്ടോ. ആ സീനിയർ ALP എന്നൊക്കെ പറഞ്ഞാൽ പ്രൊമോഷൻ ടു ലെവൽ 4 ഉണ്ടാവും. ലെവൽ 4ലേക്കുള്ള പ്രൊമോഷൻ ഇവിടെ ഉണ്ടാവും. ദെൻ 10 വർഷം, ഇയർ 10ാമത്തെ വർഷം നിങ്ങൾ എന്താവും, ലോക്കോ പൈലറ്റ് തന്നെയാവും. അസിസ്റ്റൻ്റ് അല്ല, ലോക്കോ പൈലറ്റ് ആണ് ആകുന്നത് ഗുഡ്സിൻ്റെ. അപ്പോൾ 1,20,000 പ്ലസ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ആവറേജ് സാലറി. ദെൻ 18ാമത്തെ വർഷമോ മെയിൽ അല്ലെങ്കിൽ എക്സ്പ്രസിൻ്റെ പൈലറ്റ് അല്ലേ, മെയിലായിട്ടുള്ള വണ്ടി അതല്ലെങ്കിൽ എക്സ്പ്രസ് വണ്ടിയുടെ പൈലറ്റ് എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. 18ാമത്തെ വർഷത്തിലേക്ക് മാറാൻ പോകുന്നത്. അവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 2,10,000 പ്ലസ് എന്നുള്ള തുകയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഒരു പ്രൊമോഷൻ സ്കോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ്, സീനിയർ ALP, പിന്നെ ലോക്കോ പൈലറ്റ് ഗുഡ്സ്, ദെൻ മെയിൽ ഓർ എക്സ്പ്രസിൻ്റെ പൈലറ്റ് എന്നുള്ള രീതിയിലാണ് 18 വർഷം കൊണ്ട് നിങ്ങൾ പ്രൊമോഷനിലേക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു 7th പേ കമ്മീഷൻ വെച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അത് 8th പേ കമ്മീഷൻ ആകുന്ന സമയത്ത് അല്ലേ നമുക്ക് വലിയൊരു റെവല്യൂഷൻ അവിടെ സംഭവിക്കാൻ പോവുകയാണ്. അതായത് ഇപ്പോൾ കിട്ടുന്നതിൻ്റെ അല്ലേ, ഇപ്പോൾ മാക്സിമം ഇൻഹാൻഡ് 68,500 ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു അല്ലേ. അതിൽ നിന്ന് നമ്മൾ കൂടാൻ പോകുന്നത് എങ്ങനെയാ, 1,02,000 രൂപ എന്നുള്ള രീതിയിൽ മാറും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഡിയർനെസ് അലവൻസ് എന്തായിരിക്കും, മേർജ്ഡ് ആയിരിക്കും, ബേസിക് പേയുമായിട്ട് മേർജ്ഡ് ആയിരിക്കും. ഡിയർനെസ് അലവൻസ് DA എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഉണ്ടാവില്ല. DA അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 8th പേ കമ്മീഷൻ വരും, അതിനകത്ത് മേർജ്ഡ് ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ആൻഡ് കറൻറ്റ് ബേസിക് പേ 19,900 ആണെങ്കിൽ 8th പേ കമ്മീഷൻ അല്ലേ, 7th പേ കമ്മീഷൻ വെച്ചിട്ട് ഇതാണെങ്കിൽ 8th 51,500 to 57,000 ആണെന്ത് നമ്മുടെ DA ഉൾപ്പെടെ. അത് അതിൻ്റെ കൂടെ ഇൻക്ലൂഡിങ് ആണ്, ബേസിക് പേയിൻ്റെ കൂടെ ഇൻക്ലൂഡിങ് ആയിരിക്കും. അപ്പോൾ 51,500 to 57,000 രൂപ വരെയായിരിക്കും. അങ്ങനെ നമ്മുടെ കയ്യിൽ മാക്സിമം ഗ്രോസ് ആയിട്ട് കിട്ടുന്നത്, മാക്സിമം ഗ്രോസ് എന്ന് പറയുന്നത് 1,15,000 ആയിരിക്കും കിട്ടുന്നത്. കയ്യിൽ എന്തായിരിക്കും, 1 ലക്ഷത്തിൻ്റെ മുകളിലായിരിക്കും എന്നുള്ളതാണ് 8th പേ ലെവൽ കമ്മീഷൻ. അത് വന്നാൽ അല്ലേ, അത് വന്നാൽ നമുക്ക് കിട്ടാൻ പോകുന്ന സാലറി. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തൊരു വലിയൊരു അവസരമാണെന്നുള്ളത് അല്ലേ. ഇനീഷ്യലി തന്നെ ലക്ഷങ്ങൾ മാസം സമ്പാദിക്കാനുള്ള ജോലി തന്നെയാണ് ഇന്ത്യൻ റെയിൽവേ നമുക്ക് മുമ്പിലായിട്ട് തുറന്നിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റെയിൽവേ ജോലി ആസ്പയർ ചെയ്യുന്ന, ALP ജോലി ആസ്പയർ ചെയ്യുന്ന എല്ലാവരും ഉടൻ തന്നെ ചെയ്യേണ്ട കാര്യം, നമ്മുടെ സൈലം റെയിൽവേസ് അവതരിപ്പിക്കുന്ന RRB ALP CBT 1 ബാച്ച്, അതും 2,999 രൂപ എന്ന് പറയുന്ന ആ ഒരു വെരി റീസണബിൾ ആയിട്ടുള്ള ഫീൽ ഒരുങ്ങുന്ന ബാച്ചിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്, കോൺടാക്ട് നമ്പറും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. 300-ൽ പരം ലൈവ് ക്ലാസ്സസ് ഡെയിലി 2 to 3 hours ആണ്. അങ്ങനെ ആഴ്ചയിൽ 5 മുതൽ 6 വരെ ലൈവ് ക്ലാസ്സസ് ആയിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. കോൺടാക്ട് നമ്പർ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ക്ലാസ് റൂമുകളിൽ വെച്ച് കാണാം. ഗുഡ് ലക്ക്.